ബിദ്അത്ത് എന്താണ് എന്ന് മഹാനായ ഇബ്നു ഹജർ ഹൈത്തമി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഫതാവൽ ഹദീസിയയിൽ പറയുന്നുണ്ട്. ഒന്ന് ശ്രദ്ധിക്കുക നിങ്ങൾ. ചായലം കുടിച്ചില്ല എല്ലാവരും? കടലാസ് വീണ് പോയിട്ടുണ്ടാ? അതല്ല. ഫിഅലു മാലം യുഹദ് ഫീ സമനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഇല്ലാത്ത ഒന്ന് ചെയ്യുന്നതിനാണ് ബിദ്അത്ത് എന്ന് പറയാം. എല്ലാവരും ശ്രദ്ധിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഇല്ലാത്ത ഒന്ന് ചെയ്യലാണ് ബിദ്അത്ത്. അപ്പൊ പിന്നെ എന്താ? അതാ ഇബ്നു ഹജർ തങ്ങളോട് ചോദിക്കാണ് ബിദ്അത്തിനെ പറ്റി. അപ്പോ മഹാനവറുകൾ മറുപടി കൊടുക്കുന്നു. ഖാലൽ ഇസ്സ് ഇബ്നു അബ്ദുസ്സലാം അൽ ബിദ്അത്തു ഫിഅലു മാ ലം യുഹദ് ഫീ അഹ്ദി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയുടെ കാലത്ത് ഇല്ലാത്ത ഒരു കാര്യം ചെയ്യുന്നതിനാണ് ബിദ്അത്ത് എന്ന് പറയാം. ഉറപ്പാണ്. നബിയുടെ കാലത്ത് ഇല്ലാത്ത ഒരു സംഗതി ചെയ്യലാണ് ബിദ്അത്ത്. പക്ഷേ എന്നിട്ട് തുടർന്ന് പറയാണ് ഇബ്നു ഹജർ തങ്ങള്, ബിദ്അത്ത് പലതുണ്ട്. ബിദ്അത്ത് ഹറാമായ ബിദ്അത്തുണ്ട്, ബിദ്അത്ത് വാജിബായ ബിദ്അത്തുണ്ട്. ഫമിനൽ ബിദ്അഇൽ വാജിബത്തി തഅല്ലുമുൻ നഹ്വി. വാജിബായ ബിദ്അത്തിൽ പെട്ടതാണ് നഹ്വ് പഠിക്കല് എന്ന്. അള്ളാന്റെ റസൂല് നഹ്വ് പഠിച്ചിക്കണോ? ഇല്ല. സ്വഹാബത്തിന്റെ കാലത്ത് നഹ്വ് ഉണ്ടോ? ഇല്ല. താബിഇയായ അബുൽ അസ്വദ് ദുഅലി റളിയല്ലാഹു അൻഹു ആണ് നഹ്വ് കൊണ്ടുവരുന്നത്, അലി റളിയല്ലാഹു അൻഹുവിന്റെ നിർദ്ദേശപ്രകാരം. അപ്പൊ അങ്ങനെയാകുമ്പോ നഹ്വ് പിൽക്കാലത്ത് വന്നതല്ലേ. നഹ്വ് പഠിക്കൽ എന്താ? നഹ്വ് ബിദ്അത്താണ്. നഹ്വ് ബിദ്അത്താണ്. നഹ്വ് പഠിക്കൽ ബിദ്അത്താണ്. പക്ഷെ നഹ്വ് പഠിക്കൽ വാജിബാണ്. അള്ളാന്റെ റസൂല് ഫഅല ഫഅല ഫഅലു എന്ന് പറഞ്ഞിരുന്നു. സഹാബത്ത് പറഞ്ഞിക്കണോ ഫഅല ഫഅല ഫഅലു? ഇല്ലല്ലോ. സിയത്ത് വഹദന മുദക്കറിൻ ഗായിബിൻ അസീസ് ബാത്ത് എന്ന് പറഞ്ഞാ? അതൊന്നും പറഞ്ഞിട്ടില്ല. അത് ഖബറിൽ ചോദിക്കോ? അതിട്ട് ഖബറിൽ ചോദിക്കില്ല. പക്ഷെ അത് പഠിക്കൽ വാജിബാണ്. ഖുർആൻ പഠിക്കണമെങ്കിൽ, ഖുർആൻ മനസ്സിലാക്കണമെങ്കിൽ നഹ്വ് പഠിക്കൽ നിർബന്ധം. നഹ്വ് റസൂലുള്ളാന്റെ കാലത്തില്ല. അത് ബിദ്അത്താണ്. അത് വാജിബായ ബിദ്അത്ത്. നിങ്ങൾക്ക് മനസ്സിലായോ? വാജിബായ ബിദ്അത്താണ്. അപ്പോ ബിദ്അത്ത് വാജിബാകും. പിന്നെ വമിനൽ ബിദ്അഇൽ മന്ദൂബ, സുന്നത്തായ ബിദ്അത്താണ് ഇഹ്ദാസു നഹ്വിൽ മദാരിസ്. മദ്രസ ഉണ്ടാക്കുക, കോളേജ് ഉണ്ടാക്കുക, ഇത് ബിദ്അത്താണ്. മദ്രസ ഉണ്ടാക്കുക, കോളേജ് ഉണ്ടാക്കൽ ബിദ്അത്താ. നബിയുടെ കാലത്തില്ല, അതുകൊണ്ടാണ് ബിദ്അത്തായത്. പക്ഷെ സുന്നത്താണ്, പ്രേരിപ്പിക്കേണ്ട സുന്നത്താണ്. കാരണം അടിസ്ഥാനം റസൂലിന്റെ കാലത്തുണ്ട്. എന്തിനാ മദ്രസ ഉണ്ടാക്കുന്നത്? മദ്രസ ഉണ്ടാക്കുന്നത് ദീന് പഠിക്കാന്. ദീന് പഠിക്കാൻ നബി തങ്ങൾ പറഞ്ഞിട്ടില്ലേ? പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ദീന് പഠിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കലോ അത് തെറ്റാവോ? അത് തെറ്റാവൂല. അപ്പൊ ഒരു കാര്യം മനസ്സിലായില്ലേ? അദ്ദാദ് റാത്തീബ് ഈ ബിദ്അത്താന്ന് പറഞ്ഞു വരണ്ട. അതുകൊണ്ട് അദ്ദാദ് റാത്തീബിൽ എന്താ ഉള്ളത്? ഹദീസിൽ വന്ന ദിക്റുകൾ ക്രോഡീകരിച്ചതാണ്. ദിക്ർ ചൊല്ലാൻ ഖുർആൻ പറഞ്ഞില്ലേ? വദാക്കിരീന അല്ലാഹ കസീറൻ വദാക്കിറാത്തി അഅദ്ദല്ലാഹു മഗ്ഫിറത്തൻ വഅജ്റൻ അളീമ ഉദ്കുറുല്ലാഹ ദിക്റൻ കസീറ. ദിക്ർ ചൊല്ലാൻ പറഞ്ഞിട്ടുണ്ട്. പല ഹദീസിൽ വന്ന ദിക്റുകളൊക്കെ ക്രോഡീകരിച്ചിട്ട് അതിന് ഹദ്ദാദ് എന്ന് പേരിട്ട്. അവ അദ്ദാദ് എല്ലാം പാടില്ല. അദ്ദാദ് എല്ലാം പാടില്ല. മുജാഹിദ് പള്ളിയിൽ അദ്ദാദ് കിടക്കുവോ? മുജാഹിദ് പള്ളിയിൽ അദ്ദാദ് ഉണ്ടാവൂല. ഉദ്കുറുല്ലാഹ ദിക്റൻ കസീറ എന്നതിന്റെ വ്യാപ്തിയിൽ ഏത് പെട്ടു? ഹദ്ദാദ് പെട്ടു. മൗലിദോ? മൗലിദിൽ എന്താ ഉള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പുകഴ്ത്ത. അത് അള്ള പുകഴ്ത്തിയിട്ടില്ലേ? വറഫഅനാ ലക ദിക്റക എന്ന് പറഞ്ഞില്ലേ? നിങ്ങളെ പുകഴ്ത്തലും നിങ്ങളെ കീർത്തിയും നാം ഉയർത്തിയിട്ടുണ്ട്. ഇമാം റാസി പറഞ്ഞില്ലേ? അംലഅൽ ആലമ ബിഅത്ബാഇക കുല്ലുഹും യുസ്നൂന അലൈക വറഫഅനാ ലക ദിക്റകന്റെ തഫ്സീറിൽ ലോകം മുഴുവൻ നിങ്ങളെ അനുയായികളെ കൊണ്ട് നിറക്കാൻ പോകുകയാണ്. എല്ലാവരും നിങ്ങളെ പുകഴ്ത്തുകയാണ്. ഫശറഫുക ബാക്കിൻ ഇലാ യൗമിൽ ഖിയാമ എന്ന്. അപ്പൊ പുകഴ്ത്താനുള്ള ഒരു സംവിധാനാണ് മൗലിദ്. പിന്നെ മൗലിദിൽ എന്താ ഉള്ളത്? ബൈത്ത് ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിനെ
റസൂലുള്ളാഹിനെ പുകഴ്ത്തി ബൈത്ത് ചെല്ലാൻ വേണ്ടി ഒരു മിമ്പർ തന്നെ പള്ളിയിൽ വെച്ചിരുന്നു എന്ന് ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിലുണ്ടല്ലോ. അപ്പൊ പിന്നെ എവിടെ ബിദ്അത്ത്? എവിടെയാണ് ബിദ്അത്ത് ഉള്ളത്? മുഹിയുദ്ദീൻ റാത്തീബ് അതിലെന്താ ഉള്ളത്? അസ്തഗ്ഫിറുല്ലാഹൽ അലീം കുറെ വട്ടം ചെല്ലും. പിന്നെ അസ്മാഉൽ ഹുസ്ന ചെല്ലുന്നത് യാ അലീമു യാ കബീർ യാ സമീഉ യാ ബസീർ, അല്ലേ? യാ ഖഹാറു യാ ജബ്ബാറു യാ അല്ലാമു യാ സലാം. ഇതൊക്കെ എന്താണ്? ഇതിങ്ങനെ പ്രത്യേക ഈണത്തിൽ ചെല്ലിയാല് അതിന്റെ പേര് റാത്തീബ്. വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഉഹു ബിഹാ. അള്ളാഹ്ക്ക് അസ്മാഉൽ ഹുസ്ന ഉണ്ട്, അത് പറഞ്ഞിട്ട് ദുആയിരക്കണം എന്നാ പറഞ്ഞത്. ആ അസ്മാഉൽ ഹുസ്നയാണ് കാര്യമായിട്ട് റാത്തീബിലുള്ളത്. അഹദുൻ സമദുൻ ദായിമുൻ അബദ അലിമുൽ ഗൈബി ലം യത്തഖിദ് വലദ അൽ ബശീറുൻ നദീറു സിറാജുൽ മുനീർ. ഇതൊക്കെ എന്താണ്? വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഉഹു ബിഹാ. പിന്നെ ഒരു ചോദിക്കും, അപ്പൊ ഇതൊക്കെ റെഡിയായി, പിന്നെ പഞ്ഞ് ചോദിക്കാനുള്ളത് ഹൂ ഹൂ ഹാ ഹൂ ഹി ഹൈ എന്നൊക്കെ ഉണ്ട്. അതെല്ലാം ഷോർട്ടാണ്. അല്ലാഹു എന്നതിന്റെ ഷോർട്ടാണ് ഹൂ എന്നുള്ളത്. അൻഫാസിയായ ദിക്റാണ് ഹൂ എന്നുള്ളത്. ഓരോന്നിനെ പറ്റിയിട്ട് ഇമാം റാസി റളിയല്ലാഹു അൻഹു അവിടുത്തെ തഫ്സീറിന്റെ ആമുഖത്തിൽ അതിനെ പറ്റിയിട്ട് സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊന്നും ബിദ്അത്തല്ല. ബിദ്അത്ത് എന്താണ് എന്ന് മനസ്സിലാക്കാത്തവരാണ് ഇത് ഒക്കെ പറഞ്ഞു നടക്കുന്നത്. ഷിർക്ക് എന്താന്നും അവർ മനസ്സിലാക്കിയിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നതും അവര് മുശ്രിക്കാക്കുന്നത്, അവര് പരസ്പരം മുശ്രിക്കാക്കുന്നതും അങ്ങനെയാണ്. പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും മുശ്രിക്കാക്കുണ്ടല്ലോ, അല്ലെ? യോഗത്തിനൊക്കെ വന്നാൽ അപ്പുറത്തൊരു മുശ്രിക്ക് ഇപ്പുറത്തൊരു മുശ്രിക്ക് ഒക്കെ മുജാഹിദാണേനു. അപ്പോ ഷിർക്ക് എന്താണെന്നും മനസ്സിലായിട്ടില്ല, ബിദ്അത്ത് എന്താണെന്നും മനസ്സിലായിട്ടില്ല. അത് മനസ്സിലായാലല്ലേ മുബ്തദി മുശ്രിക്ക് ആരാണ് എന്ന് മനസ്സിലാവുള്ളൂ. അപ്പൊ നമ്മൾ ചെയ്യുന്നത് എന്താ ബിദ്അത്തുള്ളത്? ഒന്നും ബിദ്അത്തില്ല. അതിന്റെ അടിസ്ഥാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് സ്ഥിരപ്പെട്ടതാണ്. പിന്നെ മദ്രസ ഉണ്ടാക്കൽ സുന്നത്തായ ബിദ്അത്ത് എന്ന് പറഞ്ഞില്ലേ, അതുപോലെയുള്ള കാര്യമാണ് ഈ റാത്തീബും അതുപോലെ ഈ ഹദ്ദാദും ഒക്കെ സംഘടിപ്പിച്ച് ആ രൂപമുണ്ടാക്കിയത് എന്ന് മാത്രം.